ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله الفائزين بالله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ആദരണീയരായ അധ്യക്ഷൻ, ഈ സംരംഭത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ അഹമ്മദ് കുട്ടി ഹാജി അവറുകളെ, ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് കാദിയുമായ ആദരണീയനായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി, വേദിയിൽ സന്നിഹിതരായ ബഹുമാനരായ MP ആലി ഹാജി, സിദ്ദീഖ് ഹാജി, അബ്ദുറഹ്മാൻ കുട്ടി ഹാജി, കോയ ഹാജി, ഷുക്കൈർ ഫൈസി, ഹബീബ് കോയ തങ്ങൾ, മുഹമ്മദ് ഷിഹാബ് ദാരിമി തുടങ്ങിയ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ അഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയുമാണ് ഈ സമ്മേളനത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ നമുക്ക് സ്വന്തമായി ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ പോലും ആവശ്യത്തിന് പണമുള്ളവർക്ക് പോലും ചെറുതാണെങ്കിലും 4-4.5 മാസം കൊണ്ടൊരു വീട് നിർമ്മാണം പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമാകാതെ നടക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഇവിടെ അതിലും ഒരു അത്ഭുതവും വിസ്മയവുമാണ് ഇവിടുത്തെ നമ്മുടെ പ്രവർത്തകർ തെളിയിച്ചിട്ടുള്ളത്. വളരെ സദുദ്ദേശപൂർവം പാവപ്പെട്ട, കഷ്ടപ്പെടുന്ന, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മെക്കൊണ്ട് കഴിയുന്ന ഒരു വലിയ സഹായം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ അതിനെ ആത്മാർത്ഥമായി പിന്തുണക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാൻ നിങ്ങളെല്ലാവരും മുന്നോട്ട് വന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സംരംഭം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുക എന്നതിനേക്കാൾ അപ്പുറം ഇനിയും കൂടുതൽ ഈ മേഖലയിൽ മുന്നോട്ട് പോകണമെന്ന ഒരാത്മവിശ്വാസം ഇതിന്റെ പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും ഒക്കെ ഉണ്ടാകുന്നത്. പല രീതിയിലും ഈ സംരംഭത്തെ സഹായിച്ച ആളുകൾ ഉണ്ടാവാം. എല്ലാ അർത്ഥത്തിലും ഏറ്റവും ഉന്നതമായ സൽക്രമമായി അള്ളാഹു ഇതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ അനിവാര്യമായ, അത്യാവശ്യമായ ഒരു ശീലമാണ് ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. എല്ലാം സ്വന്തത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലം, എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും സമ്പാദ്യങ്ങളുമെല്ലാം അതെനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കുമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി രാപ്പകൽ ഭേദമന്യേ അധ്വാനിക്കുന്ന ഒരു പുതിയ തലമുറ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അവിടെയാണ് സ്വന്തം കാര്യത്തേക്കാൾ പ്രധാനം മറ്റുള്ളവരെ സഹായിക്കാനും അതിനുവേണ്ടി സമയം കണ്ടെത്താനും അതിനുവേണ്ടി അധ്വാനിക്കാനും ഊർജം ചെലവഴിക്കാനും സമർപ്പിതരായ ഒരുപറ്റം SKSSFന്റെ പ്രവർത്തകന്മാർ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും പ്രോത്സാഹനവും ചെയ്യാൻ ഇവിടുത്തെ കാരണവന്മാർ, രക്ഷിതാക്കൾ, മറ്റു സുഹൃത്തുക്കളൊക്കെ മുന്നോട്ട് വരുന്നത്. നാം തിരിച്ചറിയേണ്ടത് ഈ അർത്ഥത്തിലാണ്
നമ്മുടെ ഈ കാലത്ത് വളർന്നു വരുന്ന ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം പോലും പലപ്പോഴും മറ്റുള്ളവനെ സഹായിക്കാനോ മറ്റുള്ളവനെ ശുശ്രൂഷിക്കാനോ അവനെ പരിചരിക്കാനോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസം പോലുമല്ല നമ്മുടെ മക്കൾക്ക് ലഭ്യമാകുന്നത്. അവൻ പഠിക്കുന്ന കരിക്കുലം അനുസരിച്ച്, അവൻ പഠിക്കുന്ന സിലബസിലൂടെ ഏറ്റവും കൂടുതൽ ഗ്രേഡ് വാങ്ങുന്ന, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ആ സർട്ടിഫിക്കറ്റുമായി ചെന്നുകൊണ്ട് ഉപരിപഠനത്തെക്കുറിച്ചും തൊഴിലിനെക്കുറിച്ചും മാത്രം ചിന്തിക്കാൻ പര്യാപ്തമാകുന്ന ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടെ മക്കൾക്ക് പോലും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മറ്റുള്ളവനെ സഹായിക്കാനും മറ്റുള്ളവന്റെ വേദന അറിയാനും മറ്റുള്ളവന്റെ പ്രയാസം തിരിച്ചറിയാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും അതിനെ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാലമാണിത്. പ്രത്യേകിച്ച് SKSF-നെ സംബന്ധിച്ചിടത്തോളം ഈ പാവപ്പെട്ടവന്റെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഈ സംഘടന വലിയൊരു ദൗത്യമായി വളരെ നേരത്തെ തിരിച്ചറിഞ്ഞൊരു സംഗതിയാണ്. വിജ്ഞാനം, വിനയം എന്നത് കഴിഞ്ഞതിന് ശേഷം സേവനം എന്നത് സംഘടനയുടെ ഒരു പ്രധാന മുദ്രാവാക്യമായിട്ടാണ് നമ്മുടെ കർമ്മരംഗത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ 10 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലെ നിർധനരായ, കഷ്ടപ്പെടുന്ന, വേദന അനുഭവിക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കാനും സഹായിക്കാനും വേണ്ടി സഹചാരി എന്ന് പറയുന്ന ഒരു പദ്ധതി തുടക്കം കുറിക്കുന്ന ഒരു കാലമുണ്ട്. ആ സഹചാരിക്ക് തുടക്കം കുറിച്ച സമയത്ത് ആ പദ്ധതിയെക്കുറിച്ച് നമ്മൾ വിഭാവന ചെയ്തത്, നമ്മുടെ അന്നത്തെ നേതാക്കന്മാർ വിഭാവനം ചെയ്തത്, എല്ലാ വർഷവും ആദ്യത്തെ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നമുക്ക് പറ്റാവുന്ന പള്ളികൾക്ക് മുമ്പിൽ ഒരു ബക്കറ്റ് കളക്ഷൻ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തൊട്ടടുത്ത വർഷം പൂർത്തിയാകുന്നതുവരെ ആ പണം കൊണ്ട് പാവപ്പെട്ട രോഗികളെ സഹായിക്കുക എന്നൊരു പദ്ധതിയായിരുന്നു. ഈ ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മുടെ ഉസ്താദുമാർക്കിടയിൽ പോലും, നമ്മുടെ മുതിർന്ന കാരണവന്മാർക്കിടയിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടപ്പോ അവരിൽ പലരും നൽകിയ മറുപടി, SKSF-നെ പോലെ ഒരു സംഘടന, പ്രത്യേകിച്ച് സമസ്തയുടെ ഒരു വിദ്യാർത്ഥി വിഭാഗം ഇങ്ങനെ രോഗികളെ സഹായിക്കാനും വേണ്ടി ഒരു പ്രത്യേകമായ നിധി തന്നെ രൂപീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ആയിരക്കണക്കിന് അപേക്ഷകൾ വരും. ആയിരക്കണക്കിന് അപേക്ഷകൾ വരുമ്പോ ഈ അപേക്ഷകൾക്കെല്ലാം വേണ്ടി എന്തെങ്കിലും ഒരു സംഖ്യ അനുവദിച്ചു കൊടുക്കാൻ മാത്രം പണം സ്വരൂപിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ പദ്ധതി വലിയ അവതാളത്തിലാകും. കാരണം സംസ്ഥാനത്തുടനീളം രോഗികളെ സഹായിക്കാൻ എന്ന പേരിൽ പണപ്പിരിവ് നടത്തുന്നു. സംസ്ഥാനത്തുടനീളം തന്നെ ഇങ്ങനൊരു രോഗികളെ സഹായിക്കാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കുന്നു. ആ നാട്ടിലുടനീളം കഷ്ടപ്പെടുന്ന രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, അങ്ങനെ ഒരുപാട് മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ നാട്ടിൽ. ഈ പ്രചാരണം കണ്ടുകൊണ്ട്, ഈ പണപ്പിരിവ് കണ്ടുകൊണ്ട് അവരൊക്കെ കൂടെ ഇങ്ങനെ അപേക്ഷ കൊടുക്കാൻ തിരിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ട വിധം സഹായം എത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ പദ്ധതി അവതാളത്തിലാകും. അതുകൊണ്ട് വളരെ ആലോചിച്ച ശേഷം ഇത് തുടക്കം കുറിച്ചാൽ മതി എന്നാണ് പലരും അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് അത് തുടക്കം കുറിച്ച സമയത്ത് മഹാനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് കേരളത്തിലെ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ ഈ പദ്ധതി അവതരിപ്പിച്ചപ്പോ ആദ്യത്തെ വർഷം കേരളത്തിലുടനീളമുള്ള പള്ളികൾക്ക് മുമ്പിൽ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു ഫണ്ട് ശേഖരണം നടത്തിയപ്പോ ഈ സഹചാരി തുടങ്ങുന്ന ആദ്യത്തെ വർഷം 4 ലക്ഷം രൂപയാണ് ഈ സംഘടനക്ക് കിട്ടിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 4 ലക്ഷം രൂപ. ആ 4 ലക്ഷം രൂപ എത്ര പേർക്കാ കൊടുക്കുക? പക്ഷെ ഈ 4 ലക്ഷം രൂപ അടുത്ത 12 മാസം ഇത് കൊണ്ടു നടക്കണം. ഈ 12 മാസം ഇവിടെ ലഭ്യമാകുന്ന അപേക്ഷകൾക്ക് 500 കൊടുക്കാൻ പറ്റുന്നവർക്ക് 500,
250 രൂപ കൊടുക്കാൻ പറ്റാവുന്നവർ 250 രൂപ, വലിയ മാരക രോഗികളാണെങ്കിൽ 1000 രൂപയെങ്കിലും കൊടുത്ത് ആശ്വസിപ്പിക്കുന്ന ഒരു പദ്ധതിയായിട്ട് അതിന് തുടക്കം കുറിച്ചു. 4 ലക്ഷം രൂപ ഒരു വർഷത്തെ രോഗികളെ മാത്രം സഹായിക്കാനുള്ള ഒരു പദ്ധതിയായി തുടക്കം കുറിച്ച് 10 വർഷം പിന്നിട്ടു. 10 വർഷം പിന്നിട്ടു. ഈ 10 വർഷത്തിനിടയിലും സഹചാരിയിലേക്ക് ഫണ്ടായിട്ട് രോഗികളെ സഹായിക്കാനും വേണ്ടി ജനങ്ങൾ തന്ന പണം അത് ചെലവഴിക്കുന്ന രീതി, ഈ വർഷം റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പിരിച്ചെടുത്ത പണം അടുത്ത വർഷം റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാകുമ്പോഴേക്ക് മുഴുവൻ തീർന്നിരിക്കണം എന്നതാണ് കണക്ക്. ആ ഫണ്ട് സൂക്ഷിക്കാനുള്ളതല്ല, അത് നിർധനരായ രോഗികൾക്ക്, കഷ്ടപ്പെടുന്ന രോഗികൾക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തൊട്ടടുത്ത വർഷത്തെ ഫണ്ട് പിരിവാകുമ്പോഴേക്ക് ഈ ഫണ്ട് ചെലവഴിച്ചിരിക്കണം. അർഹതപ്പെട്ട രോഗികൾക്ക് അവരുടെ അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതേതെങ്കിലും വേദിയിൽ വെച്ചുകൊണ്ട് ദയനീയമായ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഈ കവർ കൊടുത്തുകൊണ്ട് അങ്ങനെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുന്ന ഒരു പരിപാടിയല്ല. സ്വകാര്യമായി അവരുടെ വീട്ടകങ്ങളിൽ കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് നമ്മുടെ ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി ഈ ഫണ്ട് വിതരണം ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് സഹചാരി വളർന്നു. അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹം. ഈ പദ്ധതി അത് ജനങ്ങളോട് എന്തു പറഞ്ഞുവോ അതനുസരിച്ചുകൊണ്ട് നിർവഹിക്കുന്നു എന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ തിരിച്ചറിഞ്ഞപ്പോ 10 വർഷം മുമ്പ് 4 ലക്ഷം രൂപ സ്വരൂപിച്ച ആ ഫണ്ടാണ് ഇക്കഴിഞ്ഞ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ആ ഫണ്ട് സ്വരൂപിച്ചു കഴിഞ്ഞു. ആ ഫണ്ട് മുഴുവൻ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിലെത്തി. അത് മുഴുവൻ അതിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. ഇൻഷാ അല്ലാഹ് 2-3 ദിവസങ്ങൾക്കകം ഓരോ ജില്ലയിൽ നിന്നും എത്ര രൂപ എത്ര മഹൽ നിന്ന് ഏത് രീതിയിലാണ് പിരിവെടുത്തത് എന്നത് കൃത്യമായി നമ്മുടെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വരാൻ വേണ്ടി പോവുകയാണ്. 4 ലക്ഷം കൊണ്ട് തുടങ്ങിയ ആ പദ്ധതി 10 വർഷമായപ്പോഴേക്ക് ഈ വർഷം നമുക്ക് പിരിഞ്ഞു കിട്ടിയ സംഖ്യ 1 കോടി രൂപയിൽ കവിഞ്ഞിരിക്കുന്നു. 1 കോടി രൂപയിൽ കവിഞ്ഞിരിക്കുന്നു. ഈ 1 കോടി രൂപ അടുത്ത റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് കേരളത്തിലെ നിർധരായ അർഹരായ പാവപ്പെട്ട രോഗികൾക്ക് കൊടുത്തിരിക്കും. അതാണ് അതിന്റെ പദ്ധതി. ഞാനിത് പറയാനുള്ള കാരണം, നാം ജനങ്ങളോട് പറയുന്നൊരു കാര്യം, ഞങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ഇവിടുത്തെ പ്രവർത്തകർ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിനു വേണ്ടി ഒരു വീട് വെച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആ പദ്ധതി പറഞ്ഞു. ആ പദ്ധതിയുമായി ഇറങ്ങിത്തിരിച്ച ഇവിടുത്തെ സംഘടനാ പ്രവർത്തകരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു. ജനങ്ങളുടെ പ്രോത്സാഹനവും പിന്തുണയും സമയാസമയങ്ങൾ ലഭ്യമായതുകൊണ്ട് കേവലം 4.5 മാസം കൊണ്ട് ആ വീട് നിങ്ങൾക്ക് പൂർത്തീകരിച്ചുകൊണ്ട് അതിന്റെ താക്കോൽ ദാനം നിർവഹിക്കാൻ സാധിച്ചു. ഇത് ഇവിടെ അവസാനിപ്പിക്കാനായിട്ടില്ല. നമ്മുടെ നാടുകളിലൊക്കെ ദയനീയമായ ഒരു അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. പല മഹല്ലുകളിലും വീട് കെട്ടിപ്പൊക്കാൻ വകയില്ലാത്ത ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. മക്കളെ കല്യാണം കഴിക്കാൻ വകയില്ലാതെ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഡയാലിസിസ് ചെയ്യാൻ പോലും വഴിയില്ലാതെ ഓരോ വെള്ളിയാഴ്ചയും ഓരോ പള്ളിക്ക് മുമ്പിൽ കൈനീട്ടുന്ന ആളുകളുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് പലയിടങ്ങളിലും മഹല്ല് കമ്മിറ്റി കൈകാര്യം ചെയ്യപ്പെടാറുള്ളത്? പല സ്ഥലങ്ങളിലും അതിനെ മഹല്ല് കമ്മിറ്റി കൈകാര്യം ചെയ്യപ്പെടുന്ന രീതി എന്താണ്? ഈ രോഗി അല്ലെങ്കിൽ ഈ പാവപ്പെട്ടയാൾ, വീട് വെക്കാൻ വകയില്ലാത്തയാൾ, മക്കളെ കല്യാണം കഴിക്കാൻ വകയില്ലാത്തയാൾ, അല്ലെങ്കിൽ കടബാധ്യത കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ പാവപ്പെട്ട മനുഷ്യൻ തന്റെ വേദന ആരുടെയെങ്കിലും പോയി പറയണമല്ലോ. എവിടെ പോയി പറയും? നാട്ടിലെ പണക്കാരെ മുമ്പിൽ പോയി കാര്യങ്ങൾ പറയും. അവരെന്തെങ്കിലും സംഭാവന എടുത്തു കൊടുക്കും. അതോടുകൂടി അവരുടെ ഉത്തരവാദിത്വം തീർന്നു. ആ കിട്ടുന്ന പണം കൊണ്ട് കുറച്ചു കാലം അതിന്റെ കാര്യങ്ങൾ നിർവഹിച്ചു പോകും. എല്ലാ വഴികളും അടയുമ്പോ അവസാനം മഹല്ല് കമ്മിറ്റിയുടെ മുമ്പാകെ ഒരു അപേക്ഷ കൊടുക്കും, കത്ത് കൊടുക്കും. ഞാൻ ഈ മഹല്ലിൽ ഇത്ര വർഷമായി സ്ഥിരതാമസക്കാരനാണ്, ഈ മഹല്ലിൽ അംഗത്വമുള്ളയാളാണ്, ഞാനൊരു വീട് വെക്കാനില്ലാതെ ഇത്ര കാലമായി വാടക കെട്ടിട്ടാണ് താമസം, അവിടെയും വാടക കുടിശ്ശികയായിട്ട് ഞാൻ ഇത്ര കടബാധ്യതയിലാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു രോഗത്തിനടിമപ്പെട്ടിരിക്കുന്നു, ചികിത്സാ ചെലവ് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, എന്റെ മകളെ കല്യാണം കഴിച്ചു, വലിയ കടബാധ്യതയിലാണ് ഞാൻ. ഇങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹല്ല് ഭാരവാഹികളെ സമീപിക്കുമ്പോ പലപ്പോഴും പല മഹല്ല് ഭാരവാഹികളും, ഞാൻ ഇവിടെ എവിടെ എന്നല്ല പറയുന്നത്, പൊതുവായ ഒരു ശരാശരി രീതിയാണ്,
പല മഹല്ല് ഭാരവാഹികളും ഇതിന് കാണുന്ന ഒരു ഒറ്റമൂലി, ആ മഹല്ല് സെക്രട്ടറിയോ പ്രസിഡന്റോ ഒരു ദിവസം സൗകര്യം പോലെ പള്ളിയിലേക്ക് വരാൻ പറയും. ആ പള്ളിയിലേക്ക് വരാൻ പറയുമ്പോ അദ്ദേഹം മുന്നിൽ വന്നു നിൽക്കും. എന്നിട്ട് പള്ളി കമ്മിറ്റിയുടെ ലെറ്റർ ഹെഡ് എടുത്തുകൊണ്ട് ഇന്നയാളുടെ മകൻ ഇന്ന വീട്ടുപേരിലുള്ള ഇന്നയാൾ ഇത്ര വർഷമായി ഞങ്ങളുടെ മഹലിൽ സ്ഥിരതാമസക്കാരനാണ്, അദ്ദേഹം സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹം രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നയാളാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായ പ്രശ്ന പരിഹാരത്തിനു വേണ്ടി ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അത് പ്രത്യേകം എഴുതും. ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു എന്ന് എഴുതിയിട്ട് ഇയാളുടെ ഒരു ഔദാര്യം പോലെ ഒരു ഒപ്പും ഒരു സീലും ഒക്കെ വെച്ചിട്ട് കവറിലാക്കിയിട്ട് ഇത് കൊടുക്കും. എന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ ആ കത്ത് ലാമിനേഷൻ ഒക്കെ ചെയ്തിട്ട് മഴ പെയ്താലും വെയിൽ കൊണ്ടാലും കേടുവരാത്ത രീതിയിൽ ഓരോ ദിവസവും ഓരോ പള്ളി കമ്മിറ്റിക്കാരന്റെ മുമ്പിൽ ചെന്നിട്ട്, അവിടെ ഉസ്താദിന്റെ മുമ്പിൽ ചെന്നിട്ട്, ഞാൻ ഇന്നാലിന്റെ മഹലിലുള്ള ആളാണ്, എന്റെ കഷ്ടപ്പാടും പ്രയാസം ഇതാ ഞാൻ ഈ പറയുന്ന സത്യമാണ് തെളിയിക്കുന്ന കത്തിത എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി കൊടുക്കും. പല മഹലിനും പറയും, ഇവിടെ ഈ വെള്ളിയാഴ്ച ഒരാളുണ്ട്, നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച വന്നോ. അങ്ങനെ ഓരോ ദിവസം ഓരോ വെള്ളിയാഴ്ച ഓരോ പള്ളിയിൽ ഈ പാവം മുക്കിയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാടുകളിലൊക്കെ അത്തരം ആളുകൾ വരുമ്പോ അതിനെ എത്രത്തോളം ഒരു നാട്ടുകാർക്ക് പരിഗണിക്കാൻ കഴിയും, എത്രത്തോളം ഒരു പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അതിനെ ഏറ്റെടുക്കാൻ കഴിയും. എന്നിട്ട് സ്വാഭാവികമായും ഈ കത്തും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടാൽ ഖതീബ് ജുമാക്ക് പ്രസംഗിക്കുന്ന സമയത്ത് പറയും, പുറത്ത് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, താല്പര്യമുള്ള ആളുകളൊക്കെ ഒന്ന് സഹായിക്കണം. അതിലപ്പുറം ഒന്നും ചെയ്യാൻ ഒരു മഹല്ല് ഖതീബിന് കഴിയില്ല. കാരണം ഓരോ വെള്ളിയാഴ്ച ഇതേപോലെ ഓരോ ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകൾക്കുള്ള ഏറ്റവും വലിയ ഒരു മറുപടി കൂടിയാണ് സത്യത്തിൽ ഇവിടെ ഇത് നടന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കത്ത് കൊടുത്തുകൊണ്ട് മറ്റുള്ള നാടിൽ കണ്ടാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കലല്ല നമ്മുടെ ഉത്തരവാദിത്വം. നേരെ മറിച്ച് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള സാമ്പത്തികമായ സൗകര്യമുള്ള ആളുകളെ കണ്ടെത്തി അവരിൽ നിന്ന് സംഭാവന സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വീടുകളും സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വം, മാതൃകായോഗ്യമായ ഒരു പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. ഞാൻ ഇതിന്റെ ഒരു പരിപാടി ആയതുകൊണ്ട് ആ അർത്ഥത്തിൽ അതിനെങ്ങനെ വീണ്ടും വീണ്ടും പുകഴ്ത്തി പറയുക എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇതൊരു മാതൃകയാണ്, ഇതൊരു മാതൃകയാണ്. ഈ വീടിന്റെ താക്കോൽ ദാനം നിർവഹിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ സമ്മേളനം നടത്തുമ്പോ ഈ സമ്മേളനം എന്ന് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ വീട് കെട്ടിപ്പൊക്കി ഇങ്ങനെ പാവപ്പെട്ട ഒരു വീടുണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്ന് നാട്ടുകാരെ അറിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രചാരണം നടത്തലല്ല ഈ സമ്മേളനത്തിന്റെ ഉദ്ദേശം. ഈ സമ്മേളനം കഴിയുമ്പോഴേക്ക് നമ്മൾ രണ്ടാമതൊരു തീരുമാനമെടുക്കണം. ഈ സമ്മേളനം അവസാനിക്കുമ്പോഴേക്ക് ഇവിടുത്തെ കമ്മിറ്റിക്ക് രണ്ടാമതൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം. നമുക്ക് ചെറിയൊരു ഉത്തരവാദിത്വവുമായി നമ്മൾ ദൗത്യവുമായി ഇറങ്ങി തിരിച്ചപ്പോഴേക്ക് ജനങ്ങളുടെ സഹായ സഹകരണം കൊണ്ട് 4.5 മാസം കൊണ്ട് ഈ ഉത്തരവാദിത്വം, ഈ ദൗത്യം നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചുവെങ്കിൽ ഇനി നമ്മുടെ മഹലിൽ കഷ്ടപ്പെടുന്ന വീടില്ലാത്തവരുണ്ടെങ്കിൽ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, ഏതെങ്കിലും അർത്ഥത്തിൽ മറ്റൊരുത്തന്റെ സഹായ സഹകരണം കൊണ്ട് പ്രശ്നപരിഹാരം നിർദ്ദേശിക്കപ്പെടാൻ സാധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരെ തിരിച്ചറിഞ്ഞ് അവരുടെ അഭിമാനത്തിൽ യാതൊരു കോട്ടവും ക്ഷതവും ഏൽക്കാത്ത രീതിയിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. നാം സത്യസന്ധമായി പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ അർത്ഥത്തിൽ അതിനെ സഹായിക്കാനും പിന്തുണക്കാനും പ്രോത്സാഹിപ്പിക്കാനും ധാരാളം ആളുകൾ രംഗത്ത് വരുന്ന കാലമാണിത്. ഇന്ന് ജനങ്ങളുടെ അടുത്ത് പണമില്ലാത്ത കുഴപ്പമില്ല. നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്താനുള്ള ആദരണീയനായ GM സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ വേദിയിലേക്ക് കടന്നു വരികയാണ്. സംഘാടകർക്ക് വേണ്ടി അദ്ദേഹത്തിന് കൂടി ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ രീതിയിൽ നാം അർഹതപ്പെട്ട ആളുകൾക്ക്, കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സഹായിക്കുന്ന ഒരു സംഘമാണവർ എന്ന് ആ അർത്ഥത്തിൽ വിശ്വാസ്യതയോടുകൂടി നമുക്ക് തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട്, സഹായിക്കാൻ ആളില്ലാത്തൊരു പ്രശ്നം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ല. ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയും. ഞാൻ സഹചാരിയെ കുറിച്ച് പറഞ്ഞല്ലോ. പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ വേണ്ടി, കഷ്ടപ്പെടുന്ന രോഗികളെ സഹായിക്കാൻ വേണ്ടി
സംഘടനകളുടെ പേര് പറയാനോ അതിന്റെ പബ്ലിസിറ്റി കൊടുക്കാനോ ഒന്നുമല്ലാതെ ആ രോഗിയുടെ അഭിമാനത്തിന് യാതൊരു കോട്ടവും തട്ടാത്ത വിധം ആ രോഗിയുടെ വീട്ടിനകത്ത് കയറി ചെന്നുകൊണ്ട് വളരെ സ്വകാര്യമായി എത്തിച്ചു കൊടുക്കുന്ന ഒരു സാമ്പത്തിക സഹായം എന്ന് പറയുന്നത് ഇവർ ഈ പറയുന്നത് പോലെ സത്യസന്ധമായി നിർവഹിക്കുന്നു എന്ന് ഈ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് 1 കോടിയിലധികം രൂപ ഒരൊറ്റ വെള്ളിയാഴ്ച കൊണ്ട് കേരളത്തിലെ മുസ്ലിം പള്ളികൾക്ക് മുമ്പിൽ ബക്കറ്റ് കളക്ഷനിലൂടെ പിരിക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിൽ കാശില്ലാത്ത പ്രശ്നമൊന്നുമില്ല. അതിപ്പോ ഇനി നോട്ട് നിരോധനം വന്നു എന്ന് പറഞ്ഞാലോ GST വന്നു എന്ന് പറഞ്ഞാലോ എന്തെല്ലാം സാങ്കേതികത്വം പറഞ്ഞാലും അല്ലാഹു തആല ഒരു മനുഷ്യന് നിഅമത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ GSTക്കോ നോട്ട് നിരോധനത്തിനോ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം വലിയ കോർപ്പറേറ്റ് അജണ്ടകളുമായി കടന്നു വന്നാലോ ഇതൊന്നും തടസ്സപ്പെടുത്താൻ കഴിയില്ല. അത് നമ്മുടെ നാട്ടിൽ നിന്ന് അനുഭവമാണ്. എത്ര സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി ഇതുപോലുള്ളൊരു ദൗത്യ സംഘം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവരെ പിന്തുണക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള ആളുകൾ ഇന്ന് ധാരാളമാണ്. പക്ഷെ അവരുടെ മുമ്പിൽ നമ്മൾ തെളിയിച്ചു കൊടുക്കണം, നാം പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്നവരാണ്, അത് സുതാര്യമാണ്, സത്യസന്ധമായി നിർവഹിക്കപ്പെടുന്നവരാണ്. അത് നിങ്ങൾ ഇന്നിവിടെ തെളിയിച്ചിരിക്കുന്നു. ഇവിടുത്തെ സംഘടനാ പ്രവർത്തകരോട്, ഇതിന്റെ ഭാരവാഹികളോട്, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ പിന്തുണക്കുന്ന, അവർക്ക് കരുത്തും ബലവുമേകുന്ന ഇവിടുത്തെ മഹല്ല് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള കാരണവന്മാരോട്, രക്ഷിതാക്കളോട് പറയാനുള്ളത് ഈ കുട്ടികളെ നിങ്ങൾ നിരന്തരമായി പ്രോത്സാഹിപ്പിക്കണം, നിരന്തരമായി അവർക്ക് പിന്തുണ കൊടുക്കണം. അങ്ങനെ ഈ നാട്ടിൽ വീടില്ലാതെ കഷ്ടപ്പെടുന്ന, മരുന്ന് വാങ്ങാൻ കാശില്ലാതെ പ്രയാസപ്പെടുന്ന, മറ്റെന്തെങ്കിലും സ്വകാര്യ ദുഃഖങ്ങളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ആരെന്ന് സ്വകാര്യമായി അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അവരുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് ആവശ്യമായ ഒരു പരിഹാര ക്രിയയായിട്ട് ഈ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇതുപോലെയുള്ള ഒരുപാട് റിലീഫ് പദ്ധതികൾ വിദ്യാഭ്യാസ രംഗത്തും രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിലും സമൂഹത്തിന് ആവശ്യമുള്ള മറ്റു പല രീതികളിലും ഈ സംഘടന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. വികായ പോലെയുള്ള സംഘടനയുടെ സന്നദ്ധ വിഭാഗം ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അല്ലാതെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, രാവിലെ മുതൽ രാത്രി 12 മണി വരെ വികായുടെ നീല കോട്ട് ധരിച്ച 5 or 6 സംഘടനാ പ്രവർത്തകർ അവിടെ എപ്പോഴും ഉണ്ടാകും. എന്താ അവരുടെ പരിപാടി? രോഗി നടക്കാൻ കഴിയില്ലാതെ, എഴുന്നേൽക്കാൻ കഴിയില്ലാതെ സ്ട്രക്ചറിലോ വീൽ ചെയറിലോ വന്നുകൊണ്ട് അവിടെ വരുന്ന സമയത്ത് ഒരുപക്ഷെ ഈ രോഗിയെ കൊണ്ടുവരുന്ന ആൾ ആ രോഗിയുടെ അത്രയും ഒരുപക്ഷെ ആരോഗ്യമില്ലാത്ത ആളുകളായിരിക്കും, വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ, മരുന്ന് വാങ്ങാൻ കാശില്ലാത്ത ആളുകൾ, ലബോറട്ടറിയിലേക്ക് നടന്നു പോകാൻ കഴിയാത്ത ആളുകൾ, ഡോക്ടർ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാനും മറ്റും കഴിയാത്ത ആളുകൾ, അവരെ സ്വന്തം ഉമ്മയെ പരിചരിക്കുന്നത് പോലെ, സ്വന്തം ഉപ്പയെ പരിചരിക്കുന്നത് പോലെ വികായുടെ വളണ്ടിയർമാർ അവിടെ തോള് പിടിച്ചുകൊണ്ട് കൂടെ നടന്നവർക്ക് ആവശ്യമായത് മുഴുവൻ ചെയ്തു കൊടുക്കുന്ന ഒരു പരിചരണം ഏതെങ്കിലും ഒരു ദിവസം നടന്നതല്ല ഞാൻ ഈ പറയുന്നത്. എല്ലാ ദിവസവും അവർക്ക് വെള്ളിയാഴ്ച ഒഴിവില്ല, അവർക്ക് ശനിയാഴ്ച ഒഴിവില്ല, ഞായറാഴ്ച ഒഴിവില്ല, 365 ദിവസവും വളരെ കൃത്യമായി അവർ നിർവഹിക്കും. ഞാനിത് ഒരു ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ സ്വകാര്യമായിട്ട് പ്രസംഗിച്ചിറങ്ങിയപ്പോ നിങ്ങൾ ഈ 365 ദിവസം എന്ന് പറഞ്ഞാൽ അത്ര ശരിയായില്ല, പെരുന്നാക്കെങ്കിലും ഒരു നാട്ടിൽ പോലെയെന്ന് ചോദിച്ചു. പെരുന്നാക്ക് നാട്ടിൽ പോണില്ല, അവരുടെ പെരുന്നാളാഘോഷം ഈ ആശുപത്രിയിലാണ്. രാവിലെ അതിരാവിലെ സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ട് അവിടുത്തെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് വീട്ടിൽ അവന് കഴിക്കാൻ അവന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല നല്ല പലഹാരങ്ങൾ, നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ അത് അവന് കുറച്ച് കഴിക്കും. ബാക്കി ഞാനിനി പോകുന്ന ആശുപത്രിയിൽ പാവപ്പെട്ട പെരുന്നാൾ ആഘോഷിക്കാൻ വീട്ടിൽ പോകാൻ വകയില്ലാതെ ഇപ്പോഴും ആശുപത്രിയിൽ കിടക്കയിലോ തിണ്ണയിലോ കിടന്ന് നിലകിക്കേണ്ടി വരുന്ന ആ രോഗി കൊടുക്കാൻ വേണ്ടി അവന് കഴിക്കാൻ അവന്റെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പെരുന്നാൾ ഭക്ഷണത്തിന്റെ ഒരു വിഹിതമെടുത്തുകൊണ്ട് ഓരോ വികായ വളണ്ടിയർമാരും ആശുപത്രിയിൽ വരുന്നു. രാവിലെ 8 മണിക്ക് അവിടെ വന്നുകൊണ്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം അവിടെ അഡ്മിറ്റായ രോഗികൾക്ക് ആ ആശുപത്രിയിൽ വെച്ചുകൊണ്ട് പെരുന്നാൾ ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ പോലും ഈ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം, ഈ കുട്ടികൾ ഓരോ ദിവസവും ആശുപത്രിയിൽ ചെല്ലുമ്പോ ഒരു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 300 ചില്ലാനം വികായ വളണ്ടിയർമാരുണ്ട്.
ഈ 300 ചില്ലാനം വിക്കായ വളണ്ടിയർമാരിൽ ഓരോ ദിവസവും 6-7 പേരാണ് ഒരു ദിവസം ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ആരാണവർ? മഹല്ലിലെ ഖത്തീബുമാരുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, സ്കൂളിലെ അധ്യാപകന്മാരുണ്ട്, സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളുണ്ട്, വളരെ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, എന്നാൽ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകളുണ്ട്. അവർ മാസത്തിൽ 1-2 ദിവസം അവരുടെ ജോലിയിൽ നിന്ന് ലീവ് എടുത്തുകൊണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് ബസ്സിന് പൈസ ചെലവെടുത്തിട്ട് അല്ലെങ്കിൽ ബൈക്കിന് പെട്രോൾ അടിച്ചുകൊണ്ട് പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിക്ക് വരുന്നു. ഇത് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ നിങ്ങൾ പോയി നോക്ക്, അവിടെ ഇതേപോലെ വിക്കായുടെ വളണ്ടിയർമാർ പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി വരുന്നു. ഇതൊക്കെ ഒരു സംഘടന ചെയ്യുന്ന പ്രവർത്തനമായിട്ട് ഞാൻ ആ വിശദീകരണത്തിനല്ല മുതിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇങ്ങനെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ, അവന്റെ വേദന പങ്കുവെക്കാൻ, അവന്റെ ആ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്ന വലിയൊരു ദൗത്യ സംഘമായി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് SKSF മാറിയിരിക്കുകയാണ്. ഇതൊന്നും യാതൊരു പ്രതിഫലവും കാക്ഷിക്കാതെ അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള ആ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചെയ്യുന്നതെല്ലാം പ്രതിഫലമുള്ള ഒരു വലിയ പുണ്യകർമ്മമാണെന്ന തിരിച്ചറിവോടുകൂടിയാണ് ഈ ഉത്തരവാദിത്വം സംഘടന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെയുള്ള വിവിധങ്ങളായ പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. മറുഭാഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കരുതലോടുകൂടിയും വളരെ ഗൗരവത്തോടുകൂടിയും മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭമാണിത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ചുറ്റുപാടുകളൊന്നും വിശദീകരിക്കേണ്ടതില്ല. രാജ്യത്തെ മുസ്ലിങ്ങൾ, ദലിതുകൾ, പിന്നാക്ക വിഭാഗങ്ങളൊക്കെ വലിയ ഭീഷണികൾ നേരിട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വ്യാപകമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ്? അതിനുള്ള പരിഹാരക്രിയകളെ കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. മോദി വരുന്നുണ്ട്, അല്ലെങ്കിൽ UP മറ്റേ ഭരണം വന്നിട്ടുണ്ട്, അവിടെ അടിച്ചു കൊല്ലുന്നുണ്ട്, ഇവിടെ വെട്ടിക്കൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിരാശ പടർത്തി നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ ആ നിരാശാബോധമുണ്ടാക്കി, ആ നിരാശ കുത്തിവെച്ചുകൊണ്ട് അവനെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് അവനെ എങ്ങനെ തീവ്രവാദിയാക്കാം എന്നാണ് സമുദായത്തിനകത്ത് പോലും പല ആളുകളും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് SKSF നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അവനെ നിരാശനാക്കുകയല്ല വേണ്ടത്, അവന് പ്രതീക്ഷ കൊടുക്കണം, അവൻ ആത്മവിശ്വാസം കൊടുക്കണം. ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളോട് രാജ്യം വിട്ട് പുറത്തു പോകാൻ വേണ്ടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞാൽ പോലും ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതി മരിച്ചവരുടെ പിന്മുറക്കാരാണ്. ഈ രാജ്യം വിഭജിച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മറ്റൊരു രാഷ്ട്രം നിർമ്മിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ രാജ്യമുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ അങ്ങോട്ട് കലാപമുണ്ടാക്കിയിട്ട് ആട്ടിപ്പായിച്ചപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ വിഭജന കാലത്ത് 6 കോടി മുസ്ലിങ്ങളാണ്, ഞാൻ ജനിച്ച നാട്ടിലാണ് എനിക്ക് ജീവിക്കേണ്ടത്, എന്റെ 6 അടി മണ്ണും ഇന്ത്യയിൽ തന്നെയാവണം, ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ രാജ്യമല്ല ഞങ്ങൾക്ക് ആവശ്യം, മതേതരമായി ഇവിടെ നിലനിൽക്കുന്ന ഇന്ത്യയാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലഹള നടക്കുന്ന കാലത്ത്, കലാപങ്ങൾ നടക്കുന്ന കാലത്ത്, പരസ്പരം വെട്ടിക്കൊന്നും മരിക്കുന്ന കാലത്ത്, സാമുദായിക സൗഹാർദ്ദം തകർത്തുകൊണ്ട് വർഗീയ വിദ്വേഷം ഉണ്ടാക്കിയിട്ട് കലാപമുണ്ടാക്കിയിട്ട് നടക്കുന്ന കാലത്ത് പോലും ഇന്ത്യ രാജ്യത്ത് 6 കോടി മുസ്ലിങ്ങൾ ഇവിടെ പാർക്കാൻ സന്നദ്ധരായി. ഞങ്ങളുടെ അവകാശം നിഷേധിക്കപ്പെട്ടാലും വേണ്ടില്ല, ഞങ്ങളെ 2ാം പൗരന്മാരായി മുദ്രകുത്തിയാലും വേണ്ടില്ല, ഞങ്ങളെ പാകിസ്ഥാൻ ചാരന്മാരെന്ന് വിളിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ ഇന്ത്യയിൽ ജനിച്ചവരാണ്, ഞങ്ങൾ ഇവിടെ ജീവിക്കും, ഞങ്ങൾ ഇവിടെ തന്നെ മരിക്കും, ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് ഇല്ലെന്ന് പറയാൻ 1-2 മുസ്ലിങ്ങളല്ല, 6 കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ തങ്ങി. 6 കോടി മുസ്ലിങ്ങൾ ഇവിടെ നിന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ സമുദായത്തിന്റെയും മതത്തിന്റെയും പേരുള്ള രാജ്യമല്ലേ ആവശ്യം, ഹിന്ദു മുസ്ലിം മതമുള്ളവരും മതമില്ലാത്തവരും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്ന 6 കോടി മുസ്ലിങ്ങളാണ് ഇവിടെ നിലയുറപ്പിച്ചത്. അവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. നമ്മളെ രാജ്യദ്രോഹികളാക്കാൻ നിർവാഹമില്ല, നമ്മളെ ദേശദ്രോഹികളായി ചിത്രീകരിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുക എന്ന് പറഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന കാലം, ഈ August 9 ക്വിറ്റ് ഇന്ത്യ ദിനമാണ്. രാജ്യമൊട്ടാകെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ സ്മരണ പുതുക്കുന്ന ദിവസം വരാനിരിക്കുന്നു. ആ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുന്ന കാലത്ത്
ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, ആ സമരകാലത്ത് ബംഗാളിലുള്ള ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭകരെ ഒറ്റുകൊടുത്തുകൊണ്ട് ആ പ്രദേശങ്ങളിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭകരായ ബ്രിട്ടീഷ് വിരുദ്ധ പോരാളികൾ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുത്ത് ആ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭകരെ വെടിവെച്ച് കൊല്ലാൻ ആവശ്യമായ ചാരപ്രവർത്തനം നടത്തിയ ആളെയാണ് അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹം പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. നിങ്ങൾ ആലോചിക്കണം, രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം പോരാട്ടം നടത്തിയിട്ടുള്ള ബ്രിട്ടീഷുകാരെ നാട് കടത്താൻ വേണ്ടിയിട്ടുള്ള അവർ ഇന്ത്യ വിടുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം നടത്തിയപ്പോ ആ പ്രക്ഷോഭകാരികളെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുത്ത ചാരനായി പ്രവർത്തിച്ചയാളാണ് അടൽ ബിഹാരി വാജ്പേയി. ആ മനുഷ്യൻ പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ആ അടൽ ബിഹാരി വാജ്പേയിയുടെ പാർട്ടിയാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ദേശസ്നേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ മുമ്പിൽ നമ്മൾ ദേശസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രം പഠിച്ചവർക്ക്, ഈ രാജ്യത്തിന്റെ പാരമ്പര്യം അറിയുന്നവർക്ക് ഇത് കൃത്യമായി തിരിച്ചറിയപ്പെടാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള അപകർഷതാബോധം മുസ്ലിം സമൂഹത്തിനകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവനെ തീവ്രവാദിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൂടിയുള്ള മറുപടി എന്ന് പറയുന്നത്, മുസ്ലിം സമുദായത്തിനകത്ത് തീവ്രവാദവും വർഗീയവാദം വളർത്താൻ ശ്രമിച്ചാലും ഹൈന്ദവ സമൂഹത്തിൽ തീവ്രവാദവും വർഗീയവാദവും വളർത്താൻ ശ്രമിച്ചാലും രണ്ടിനെയും ഒരേപോലെ എതിർത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെ ഉൾക്കൊണ്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ഈ രാജ്യത്തെ യഥാർത്ഥ പൗരനായി ജീവിക്കാൻ നമ്മുടെ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇവിടെ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവണതകളൊക്കെ മുസ്ലിം സമുദായത്തിൽ കടന്നു വന്ന അതേ കാലത്താണ് SKSF പറഞ്ഞത്, മുസ്ലിം സമുദായത്തിന്റെ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങളുടെ ആത്യന്തികമായ പരിഹാരം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കീ പോയിന്റുകളിൽ മുസ്ലിം സമുദായത്തിലെ മതബോധമുള്ള ചെറുപ്പക്കാരെ കൊണ്ടുവന്നിരുത്തിയിട്ട് അവൻ രാജ്യഭരണത്തിൽ കൂടി പങ്കാളികളാവുന്ന രീതി ഉണ്ടാവട്ടെ. ഈ രാജ്യത്ത് ജുഡീഷ്യറി പ്രധാനപ്പെട്ട കീ പോയിന്റാണ്, രാജ്യത്തിലെ ബ്യൂറോക്രസി പ്രധാനപ്പെട്ട കീ പോയിന്റാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആയുസ് 5 വർഷമാണ് കൂടിപ്പോയാൽ. അതിനിടയിൽ ഭരണം നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടും. മാത്രമല്ല, ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടിയുടെ പോളിസി നിർണ്ണയിക്കുന്നതിനേക്കാൾ അപ്പുറം ഇന്ത്യയെ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബ്യൂറോക്രാറ്റുകളാണ്, ഉദ്യോഗസ്ഥ മേധാവികളാണ്. ഈ ഉദ്യോഗസ്ഥ മേധാവികളിലേക്ക് മുസ്ലിം സമുദായത്തോട് പ്രതിബദ്ധതയുള്ള, രാജ്യസ്നേഹമുള്ള, മതബോധമുള്ള, സത്യസന്ധരായിട്ടുള്ള ഒരു പറ്റം ചെറുപ്പക്കാരെ കൊണ്ടുവന്നിരുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നുകൊണ്ട് നിർവഹിക്കുന്ന ഭരണപരമായ നേട്ടങ്ങളെക്കാൾ അപ്പുറമുള്ള സംഭാവനകൾ ചെയ്യാൻ ഈ ബ്യൂറോക്രസിക്ക് സാധിക്കും, ഉദ്യോഗസ്ഥ മേധാവികൾക്ക് സാധിക്കും. അത് സാധിക്കുമെന്ന് നമ്മൾ പ്രസംഗത്തിന്റെ ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ല, അത് നടപ്പാക്കി കാണിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സിവിൽ സർവീസ് മേഖലയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പദ്ധതി സംഘടന ആരംഭിച്ചു. ആ തുടക്കത്തിൽ തന്നെ 2-3 IAS ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് ലഭിച്ചു, രാജ്യത്തിന് സംഭാവനയായി നൽകാൻ സാധിച്ചു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി IAS ഓഫീസറായി സേവനം ചെയ്യുന്ന നമ്മുടെ സംഘടനാ പ്രവർത്തകനും നമ്മുടെ ഒരു സംഘടനയുടെ പ്രൊഡക്റ്റ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ PC ജാഫർ എന്ന് പറയുന്ന കർണാടക സംസ്ഥാനത്ത് 9 വർഷക്കാലം ജില്ലാ കളക്ടറായിട്ട് സേവനം ചെയ്ത് ഇന്ന് അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിൽ സർവശിക്ഷാ അഭിയാന്റെ പ്രോജക്ട് ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്ന ഡോക്ടർ PC ജാഫർ കോഴിക്കോട് ജില്ലക്കാരനായ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഒരു അറബി മുൻഷിയുടെ മകനായി വിദ്യാഭ്യാസം നേടി SKSFന്റെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു മുന്നോട്ട് വന്ന PC ജാഫറിനെ 2 ആഴ്ച മുമ്പ് SKSFന്റെ പുതിയൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിൽ പോയി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. അന്ന് PC ജാഫർ എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു പെരുന്നാൾ പോലെ ദിവസമാണെന്ന്. ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു പെരുന്നാളാണ്. ജാഫർ എന്ന് പറയാൻ കാരണം, ഞാൻ 13 വർഷമായി ഞാൻ കർണാടകയിൽ 9 വർഷക്കാലം ജില്ലാ കളക്ടറായിട്ടും മറ്റു വർഷങ്ങളിലൊക്കെ ഒരു IAS ഓഫീസർ എന്ന നിലയിൽ ഉന്നതമായ പല തസ്തികകളിലും സേവനം ചെയ്യുന്ന ആളാണ്. ഞാൻ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും നമ്മുടെ സമുദായത്തിന് കൂടി ഗുണകരമാകുന്ന രീതിയിലുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനുമുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തി.
ആ ശ്രമങ്ങളൊക്കെ നടത്തുമ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ കർണാടക സംസ്ഥാനത്ത് ജോലി ചെയ്യുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടൊരു സംഗതിയായിരുന്നു, കർണാടകയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിദ്യാർത്ഥികളും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഉറുദു മീഡിയം സ്കൂളിലാണ്. ഉറുദു മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം, ആ സ്കൂളിൽ 99% മുസ്ലിം കുട്ടികളായിരിക്കും. ഉറുദു മീഡിയം സ്കൂളിലാണ് കർണാടകയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉറുദു മീഡിയം സ്കൂളിന്റെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മൂത്രപ്പുര ഉണ്ടാവില്ല, അതിന് കക്കൂസ് ഉണ്ടാവില്ല, അവിടെ കറണ്ട് ഉണ്ടാവില്ല, അതിന് പഠിക്കാൻ ഗ്രൗണ്ട് ഉണ്ടാവില്ല. അവിടെ ഏതോ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടിടം ഉണ്ടാകും, അവിടുത്തെ ഡെസ്ക് പൊളിഞ്ഞു പോയാൽ പിന്നെ പൊളിഞ്ഞു തന്നെ, അവിടുത്തെ ബെഞ്ചിന്റെ കാല് നഷ്ടപ്പെട്ടാൽ പിന്നെ നഷ്ടപ്പെട്ടു തന്നെ. ഏതെങ്കിലും കാലത്ത് പരിസരവാസികളായ ആളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സമ്പന്നന്മാർ ഔദാര്യമായിട്ട് കൊടുക്കുന്നതോ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വെച്ച് നീട്ടുന്ന ചില ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകാറുള്ളത്. അപ്പൊ വേണ്ടത്ര ഭൗതിക സൗകര്യങ്ങളോ ആവശ്യാനുസരണം അധ്യാപനങ്ങളോ ഒന്നുമില്ലാതെ ഒരു വളരെ താഴ്ന്ന നിലവാരത്തിൽ പോകുന്ന സ്കൂൾ സംവിധാനമാണ് കർണാടകയിലെ ഉറുദു മീഡിയം സ്കൂളുകൾ. എന്നാൽ ഉറുദു മീഡിയം സ്കൂളിലാണ് കർണാടകയിലെ 99% മുസ്ലിം വിദ്യാർത്ഥികളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലക്ക് അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയോ അതിന്റെ പുരോഗതിക്ക് വേണ്ടിയോ പ്രത്യേകിച്ചൊരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലാതെയോ നടക്കാറില്ല. ഇനി ഉറുദു മീഡിയം സ്കൂളിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും മറ്റു സാമ്പത്തിക സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മറ്റുള്ള പ്രക്ഷോഭങ്ങളോ സമരപരിപാടികളോ അത് നടത്താൻ അവിടെ ആളുമില്ല. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കർണാടകയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതി 30 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ മുഴുവൻ ഉറുദു മീഡിയം സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പദ്ധതി തയ്യാറാക്കി. ഞാൻ എന്റെ വകുപ്പ് മന്ത്രിയുമായിട്ട് അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് ചർച്ചകൾ നടത്തി, വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചർച്ച നടത്തി. ഏകദേശം 6 മാസക്കാലം ഞാൻ ഇത് എങ്ങനെയെങ്കിലും ഈ 30 കോടി രൂപ ഇവിടെ സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിക്കപ്പെട്ട് ഈ സ്കൂളുകൾക്ക് നൽകി ഇവിടുത്തെ ഈ സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള മുസ്ലിം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയതിന്റെ ഏറ്റവും എല്ലാ അർത്ഥത്തിലുമുള്ള അംഗീകാരമായിട്ട് ഇന്ന് രാവിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ ഫയലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ് ഞാനെന്ന് PC ജാഫർ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, എന്റെ സമുദായം എന്ന് ചിന്തിക്കാൻ മാത്രമുള്ള ബോധമുള്ള ഒരു IAS ഓഫീസറായി അവിടെ ഇരുന്നത് കൊണ്ടാണ് ഒരു സംസ്ഥാനത്തെ സർവ്വ മുസ്ലിം വിദ്യാർത്ഥികളെയും അവരുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം വളരെ ഔദ്യോഗികമായിട്ട് തന്നെ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഒരു തലത്തിലേക്ക് PC ജാഫറിന് എത്തിച്ചേരാൻ സാധിച്ചത്. ഇതാണ് രാജ്യത്തെ ആവശ്യം. പക്ഷേ ഇങ്ങനെ വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ രാജ്യത്തെ ബ്യൂറോക്രസിയിൽ രാജ്യസ്നേഹമുള്ള, സമുദായ സ്നേഹമുള്ള, മതബോധമുള്ള ഒരു പറ്റം ചെറുപ്പക്കാരെ വിദ്യാഭ്യാസം നേടിയിട്ട് അവിടേക്ക് എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഉത്തരവാദിത്വമാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നടത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഒരു വലിയ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ജൂൺ 18 നടന്ന സിവിൽ സർവീസ് പരീക്ഷയിലും SKSFന്റെ സ്റ്റെപ്പ് പദ്ധതിയിൽപ്പെട്ട 5 വിദ്യാർത്ഥികൾ സിവിൽ സർവീസിന് പരീക്ഷ എഴുതി. നമ്മൾ തന്നെ എവിടെയും കൊട്ടിപ്പാടി പ്രസംഗിച്ചിട്ട് അതിന് വേറെ പാട്ടപ്പിരിവ് നടത്താറില്ല. ഇവരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ആവശ്യാനുസരണം സഹായിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട്. പക്ഷേ ഇവിടെ പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ വലിയ തോതിലുള്ള നിരാശ പടർത്തിയിട്ട് അനാവശ്യമായ ഒരു ഭീതി പടർത്തിയിട്ടുള്ള പല ശ്രമങ്ങളും ഇന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായ ഒരു കാലമായതുകൊണ്ട് വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു 8-10 ദിവസമായി നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കും, ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷാജഹാൻ NIA പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ കാരണമായിട്ട് മാധ്യമങ്ങളിലൂടെ അതിന്റെ വിശദീകരണം വന്നു. NIA ഉദ്യോഗസ്ഥന്മാർ വിശദീകരണം തന്നു. ആ വിശദീകരണം എന്തായിരുന്നു? ഷാജഹാൻ 8 മാസം മുമ്പ് കേരളത്തിൽ കണ്ണൂർ ജില്ലക്കാരനായിട്ടുള്ള, കണ്ണൂർ കൂടാളി സ്വദേശിയായിട്ടുള്ള ഈ ഷാജഹാൻ സിറിയയിലേക്ക് യുദ്ധം ചെയ്യാൻ പോയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കണ്ണൂരിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ
വീടും നാടും കുടുംബമൊക്കെ ഉപേക്ഷിച്ചിട്ട് സിറിയയിലേക്ക് IS-ന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പോവുക. യുദ്ധം ചെയ്യാൻ വേണ്ടി പോയപ്പോ ഇവൻ ഉപയോഗിച്ച വ്യാജ പാസ്പോർട്ടിൽ സംശയം കുടുങ്ങിയിട്ട് തുർക്കിയുടെ ബോർഡറിൽ വെച്ചിട്ട് ഇവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുർക്കി ബോർഡറിൽ വെച്ചുകൊണ്ട് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യക്കാരനാണ് തിരിച്ചറിഞ്ഞ് ഇവനെ ഇന്ത്യയിലേക്ക് കയറ്റിവിട്ടു. ഇന്ത്യയിലേക്ക് കയറ്റിവിട്ടപ്പോ സ്വാഭാവികമായും ഈ IS ബന്ധം കൂടി സംശയിക്കപ്പെട്ടതിനാൽ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൂടി അറിവോടുകൂടി ഇന്ത്യയിലേക്ക് ഇതാ ഒരു ഇന്ത്യക്കാരൻ ഈ അർത്ഥത്തിൽ ഇങ്ങനെ തുർക്കി ബോർഡറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് കയറ്റിവിട്ടിരിക്കുന്നു എന്ന വിവരം ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര മന്ത്രാലയം അറിഞ്ഞു. ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ NIA പോലീസ് വന്നിട്ട് പിടിച്ചു. ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ പല കള്ളപ്രചരണങ്ങൾ നടത്താറുണ്ട്. IB ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് 100% സത്യമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അവർ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ മുസ്ലിം സമുദായത്തെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്താറുണ്ട്. അതേപോലെയാണ് ഈ NIA ഉദ്യോഗസ്ഥന്മാർ വിശദീകരിച്ചു, ഇവൻ സിറിയയിലേക്ക് യുദ്ധം ചെയ്യാൻ പോയതാണ്. ഇവനെ തുർക്കിയുടെ ബോർഡറിൽ വെച്ചുകൊണ്ട് പിടിച്ചു. ഇവന്റെ പാസ്പോർട്ടിൽ സംശയം തോന്നിയിട്ടാണ് പിടിച്ചത്. അങ്ങനെ ഇന്ത്യക്കാരനെ തിരിച്ചറിഞ്ഞപ്പോ ഇങ്ങോട്ട് കയറ്റിവിട്ടു. എയർപോർട്ടിൽ വെച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വിശദീകരണം, ഇവൻ സിറിയയിലേക്ക് IS-ന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പോയതാണ്. ഞാൻ ഈ വാർത്ത മാതൃഭൂമിയിലാണ് ആദ്യം വായിച്ചത്. മാതൃഭൂമിയിൽ അങ്ങനത്തെ ഒരു വാർത്ത വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റൂല. അതുകൊണ്ട് മറ്റു ചില പത്രങ്ങളും കൂടി നോക്കി. അപ്പൊ ഏകദേശം എല്ലാ പത്രങ്ങളിലും വാർത്തക്ക് ചില സമാനതകളുണ്ട്. ചില ആളുകൾ ആ വാർത്ത കൊടുക്കുന്നത് വലിയ ആവേശം കാണിക്കുന്നുണ്ട്, ചില ആളുകൾ വലിയ സഹതാപം കാണിക്കുന്നുണ്ട്. അത് വരികൾക്കിടയിലൂടെ കാണാന്നല്ലാതെ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു. കണ്ണൂരിലെ നമ്മുടെ SKSF-ന്റെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു ആളെ കുറിച്ച് കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോ കൃത്യമായിട്ട് അന്വേഷിച്ചു. അവിടുന്ന് കിട്ടിയ വിവരം, അവൻ ഒരു കൊല്ലായിട്ട് നാട്ടിലെ ചെറുപ്പക്കാരോടും കൂട്ടുകാരോടൊക്കെ പറയാത്തേ, ഞാൻ സിറിയയിലേക്ക് യുദ്ധം ചെയ്യാൻ പോകും, നിങ്ങൾ ആരെങ്കിലും പോരുണ്ടെങ്കിൽ പോന്നോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ആലോചിച്ച് നോക്കണം. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവന്റെ നാടും വീടും കുടുംബവും മക്കളും മാതാപിതാക്കളും ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ യാതൊരു സമ്മതവും പൊരുത്തം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു ചെറുപ്പക്കാരൻ സിറിയയിലേക്ക് IS-ന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി പോകാൻ മാത്രം അവന്റെ മനോഭാവം മാറ്റിയെടുത്ത ചിന്താഗതിക്കാർ, ആശയക്കാർ, ആ ആശയത്തിന് പ്രചോദനം നൽകിയ ആളുകൾ ആരെന്ന് നമ്മൾ തിരിച്ചറിയണം, കണ്ടെത്തണം. അത്തരത്തിലുള്ള നാമ്പുകളെ മുളയിലേ നുള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ സമൂഹം എത്തിച്ചേരുക. IS-ന് ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ. IS ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികേടിനെയും ന്യായീകരിക്കാൻ ഒരു മതപ്രമാണങ്ങളുടെ ഒരു ശകലം പോലും ഉദ്ധരിക്കാൻ നമ്മുടെ മുമ്പിലില്ല. പക്ഷേ മുസ്ലിം സമുദായത്തിനിടയിൽ IS-ന്റെ ഭീകരവാദം വളർന്നു വരുന്നു എന്ന് ശശികലയും അതുപോലുള്ള RSS-ന്റെ പ്രഭാഷകന്മാരും വിദ്വേഷ പ്രഭാഷകരും ഒരു ഭാഗത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അവര് പറയുന്നത് സത്യമാണെന്ന്, അവർ പറയുന്നതിൽ കുറച്ചെങ്കിലും സത്യമുണ്ടെന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ഹൈന്ദവ സഹോദരന്മാർ, ക്രൈസ്തവ സഹോദരന്മാർ, മറ്റു സഹോദര സമുദായങ്ങൾക്ക് ചിന്തിക്കാനും ഉറപ്പുവരുത്താനും അവസരം കൊടുക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രവർത്തനങ്ങളാണ് ഈ സമുദായത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ജാഗ്രതയോടുകൂടി നമ്മൾ സമീപിക്കേണ്ടത്. അതാണ് SKSF പറഞ്ഞത്, തീവ്രവാദമല്ല പരിഹാരം, ഈ വിദ്വേഷത്തിന് തിരിച്ചു വിദ്വേഷം പ്രചരിപ്പിക്കലല്ല പരിഹാരം. ഒരു ഭാഗത്ത് വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് ബദലായിട്ട് വേറെ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കലല്ല പരിഹാരം. SKSF ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ പുതിയൊരു ദേശീയോദ്ഗ്രഥന പ്രചാരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നു. ഒരുമയോടെ വസിക്കാം, സൗഹൃദം കാക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ക്യാമ്പയിൻ കൊണ്ട് ആകെ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മളെ പരസ്പരം അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയും പരസ്പരം ശത്രുവാക്കാൻ ഉദ്ദേശിക്കുന്ന, അവരെ പരസ്പരം സംശയത്തോടുകൂടി കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിധ്വംസക ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ നാം ഒരുമിച്ച് നിൽക്കണമെന്നൊരു ചിന്താഗതി വളർത്താനാണ് ഈ ക്യാമ്പയിൻ സംഘടന ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പര സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും സാദാത്തുക്കളും ഒക്കെ കാണിച്ചു തന്ന വഴിയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിന് പകരം നമുക്കിടയിൽ അനാവശ്യമായ ഭീതി പടർത്തുന്നു, അനാവശ്യമായ നിരാശയുണ്ടാക്കുന്നു. ഒരുതരം ഇരവാദം മുസ്ലിം സമൂഹത്തിനകത്ത് വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ഈ സമുദായം വലിയ കട്ടപ്പാടിലാണ്. ഈ സമുദായത്തിന്റെ ഭാവി വളരെ അപകടകരമാണ്. മോഡിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
വലിയ തോതിലുള്ള പ്രയാസമുണ്ടാക്കുന്ന, ഭീതി പരത്തുന്ന, ചെറുപ്പക്കാരെ നിരാശരാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കണം, ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം ഈ വർഗീയതക്കെതിരാണ്. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹം ഈ വർഗീയതക്കെതിരാണ്. ഇവിടുത്തെ മറ്റു മതേതര വിശ്വാസികളെല്ലാം ഈ വർഗീയ വിധ്വംസക ശക്തികൾക്ക് എതിരാണ്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തെ ഉന്നതനായ ഒരു പോലീസ് മേധാവി റിട്ടയർ ചെയ്തുകൊണ്ട് 24 മണിക്കൂറിനകം വളരെ വർഗീയമായ വിഷം വീശുന്ന ചില പരാമർശങ്ങൾ നടത്തി. ആ പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഒരുപാട് ആളുകൾ അതിന് മറുപടി പറഞ്ഞു. മുസ്ലിം സമുദായത്തിനകത്തുള്ള ആളുകളും മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും മതസംഘടനകളും മതപണ്ഡിതന്മാരും മാധ്യമപ്രവർത്തകരും ഒരുപാട് ആളുകൾ ഈ പോലീസ് മേധാവിയുടെ അബദ്ധജടിലമായ പ്രസംഗത്തെക്കുറിച്ച്, സംസാരത്തെക്കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് എല്ലാവരുടെയും ഭാഗത്തുണ്ടായത്. നിങ്ങൾ അറിയണം, സേതുരാമൻ എന്ന് പറയുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടായിട്ട് സേവനം ചെയ്ത, ഏതാനും മാസക്കാലം മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളെ നേരിട്ട് കണ്ട് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച സേതുരാമൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞ്, ഈ രീതിയിലുള്ള IPS ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. മുസ്ലിം ജനസംഖ്യ വളർന്നാൽ മാത്രമാണ് ഈ നാട്ടിൽ സമാധാനം ഉണ്ടാവുക. മുസ്ലിം ജനസംഖ്യ വളർന്നാൽ ഇവിടെ വർഗീയത ഉണ്ടാകില്ല, ഇവിടെ അസമാധാനം ഉണ്ടാകില്ല, ഇവിടെ വിദ്വേഷമുണ്ടാകില്ല. ഈ നാടിന്റെ നന്മക്ക് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുകയാണ് വേണ്ടത് എന്ന് ഒരു IPS ഉദ്യോഗസ്ഥനായ സേതുരാമൻ എന്ന് പറയുന്ന യഥാർത്ഥ ഹൈന്ദവ വിശ്വാസത്തിലൂന്നി ജീവിക്കുന്ന, സനാതന ധർമ്മങ്ങളുടെ ഭാഗമായിട്ട് ജീവിക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥന് വിളിച്ചു പറയാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ഈ IPS ഉദ്യോഗസ്ഥൻ ഖുർആൻ വ്യാഖ്യാനങ്ങളും പരിഭാഷകളും വായിച്ചു പഠിച്ചത് കൊണ്ടല്ല, ഇസ്ലാമിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായത് കൊണ്ടല്ല, യഥാർത്ഥ മുസ്ലിം എങ്ങനെ ജീവിക്കുന്നു എന്ന് മലപ്പുറത്തെ മുസ്ലിങ്ങളെ കണ്ടുകൊണ്ട് ജീവിക്കാൻ അവസരമുണ്ടായതുകൊണ്ട് ഈ സെൻകുമാർ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഈ അബദ്ധജടിലമായ വാദങ്ങളെ മുനയൊടിക്കുന്ന രീതിയിൽ മറ്റൊരു ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ഒരു IPS ഉദ്യോഗസ്ഥന് മറുപടി പറയാൻ സാധിച്ചത് നമ്മുടെ സൗഹൃദ മാതൃക അനുഭവിച്ചു മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഈ ജീവിതത്തെ, ഈ സൗഹൃദ ജീവിതത്തെ, ഈ സാമുദായിക സൗഹാർദ്ദത്തിന്റെ നന്മകളെ ഇവിടെ ഇല്ലായ്മ ചെയ്യാനും നമുക്കിടയിൽ പരസ്പരം വിദ്വേഷം ജനിപ്പിക്കാനാണ് ശശികലമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശശികലമാർക്ക് മറുപടി പറയുന്നവർ എന്ന പേരിൽ മറ്റുള്ളവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടും ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ഉത്തരവാദിത്വമാണ്. പിന്നെ നമ്മുടെ രക്ഷിതാക്കളെയും കാരണവന്മാരെയും നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ വലിയ വേവലാതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അടുത്ത കാലത്തായി കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണമാണ് ഇവിടെ RSSന്റെ ചതിവലകളിൽ പെട്ടുകൊണ്ട്, കെണിവലകളിൽ പെട്ടുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, അവരെ മതം മാറ്റുന്നു തുടങ്ങിയിട്ടുള്ള വലിയ പ്രചാരണങ്ങൾ. RSSന് അങ്ങനത്തെ അജണ്ട ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അജണ്ട ഉണ്ടാവാം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ നശിപ്പിക്കുക എന്ന അജണ്ടകൾ അത്തരത്തിലുള്ള സംഘടനകൾക്കുണ്ടാവാം, സ്വാഭാവികമാണ്. ഈ സമുദായത്തെ ഈ രാജ്യത്തിന്റെ തന്നെ ഒരു ക്യാൻസറാക്കി വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകിട്ട് ഇറങ്ങിയിട്ടുള്ള പതിറ്റാണ്ടുകളായി ബോധിച്ചുകൊടുക്കുന്ന സംഘടനയാണ് RSS. പക്ഷെ ഒരു RSSകാരൻ ഗേറ്റിന്റെ മുമ്പിൽ വന്നിട്ട് ബൈക്കിൽ ഇരുന്നിട്ട് ഓൺ അടിക്കുമ്പോഴേക്ക് ഈ പെൺകുട്ടിക്ക് ആ ബൈക്കിൽ കയറിയിട്ട് അവന്റെ പിറകിൽ ഇരുന്നുകൊണ്ട് സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള അങ്ങനത്തെ ഒരു വലിയ താന്ത്രിക വിദ്യയൊന്നും RSSകാരൻ്റെ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. വീടിന്റെ ഗേറ്റിന്റെ മുമ്പിൽ വന്നിട്ട് ബൈക്ക് നിർത്തിയിട്ട് ഓൺ അടിക്കുമ്പോഴേക്ക് ഇവിടുന്ന് ഈ മുസ്ലിം പെൺകുട്ടി വീട്ടിൽ നിന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് അവരുടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് അവർക്ക് കിട്ടാവുന്ന പണവും കയ്യിൽ പിടിച്ചിട്ട് നേരെ പോയിട്ട് വാനിറ്റി ബാഗും തോളിലിട്ടിട്ട് ആ ബൈക്കിന്റെ പിറകിൽ കയറിയിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പോകാൻ മാത്രമുള്ള അത്തരത്തിലുള്ള ആകർഷക വലയം സൃഷ്ടിക്കാനുള്ള അത്ഭുത വിദ്യകളൊന്നും RSSന്റെ കയ്യിലില്ല. ആ അത്ഭുത വിദ്യകൾ, ആ അർത്ഥത്തിലേക്ക് ഒരു പെൺകുട്ടിയെ പാകപ്പെടുത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ കുടുംബങ്ങളിലാണ് ഉണ്ടായത്. അതിന് RSSകാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മക്കൾ, നമ്മുടെ പെൺകുട്ടികൾ
അന്യപുരുഷന്റെ കൂടെ, അന്യ സമുദായക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു ധാർമ്മികമായ അധപ്പതനത്തിലേക്ക് ആ പെൺകുട്ടി നയിക്കപ്പെട്ടത് അത് RSSന്റെ അജണ്ട കൊണ്ടല്ല, നമ്മുടെ അജണ്ട കൊണ്ടാണ്. മതവിദ്യാഭ്യാസം വലിച്ചെറിഞ്ഞ്, ആത്മീയ ശിക്ഷണം വലിച്ചെറിഞ്ഞ്, മതബോധത്തിന് പ്രാധാന്യം കൊടുക്കാതെ കേവല ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിറകെ പണം ചെലവഴിച്ചുകൊണ്ട് ഇങ്ങനെ മക്കളെ തുറന്നു വിടുന്ന ഒരു സ്വതന്ത്രമായ സംവിധാനം നമ്മുടെ മുസ്ലിം കുടുംബങ്ങളിൽ എന്ന് ആരാരംഭിച്ചോ അവരാണ് ഉത്തരവാദി. ഈ കേസിൽ ഒന്നാം പ്രതി സ്വന്തം രക്ഷിതാക്കളാണ്, രണ്ടാം പ്രതിയോ മൂന്നാം പ്രതിയോ മാത്രമാണ് RSSകാരൻ. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതിന് വേറുള്ള കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ പെൺകുട്ടികൾ അന്യപുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ മാത്രമുള്ള മതബോധമില്ലാത്ത, അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുന്ന ഒരു പശ്ചാത്തലം കുടുംബത്തിനകത്ത് ഈ മക്കളെ ആ അർത്ഥത്തിൽ വളർത്തിക്കൊണ്ടുവന്ന രക്ഷിതാവല്ലേ ഇതിന് ഉത്തരവാദി? ആ രക്ഷിതാവ് തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടാതെ വല്ലവന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ പാകപ്പെടുന്ന ഒരു മനസ്സ് ഈ കുട്ടിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി മാതാപിതാക്കൾ തന്നെയാണ്. ആ മാതാപിതാക്കളെ ആ അർത്ഥത്തിൽ ബോധവൽക്കരിക്കാൻ എന്നെയും നിങ്ങളെയും പോലെയുള്ള ഈ നാട്ടിലെ സംഘടനാ പ്രവർത്തകർക്ക് കൂടി ബാധ്യതയുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. നാടിന്റെ ചുറ്റുപാട്, നമ്മുടെ സാമൂഹ്യ ചുറ്റുപാട് ഇതറിഞ്ഞുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി വിശകലനം ചെയ്യാൻ, മനസ്സിലാക്കാൻ. എന്നാൽ ഈ ഭാഗം പൂർണ്ണമായിട്ടും മാറ്റിവെച്ചിട്ട് അത്തരം പെൺകുട്ടികളെ ഏതെങ്കിലും രജിസ്ട്രേഷൻ ഓഫീസിൽ കൊണ്ടുപോയി, രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ മാരേജ് കഴിച്ച് അങ്ങനെ കോടതിയിൽ ഹാജരാക്കി, കോടതിയിൽ നിന്ന് പുറത്തു വന്നിട്ട് ഇവന്റെ കൂടെ പ്രായപൂർത്തിയെത്തിയ ഒരു പെണ്ണ് സ്വാഭാവികമായും കോടതിക്ക് മുമ്പാകെ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇന്നയാളുടെ കൂടെ പോകാൻ താല്പര്യപ്പെടുന്നു എന്ന് കോടതിക്ക് മുമ്പാകെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും കോടതി വിടും. നമ്മുടെ രാജ്യത്തെ നിയമം അങ്ങനെയാണ്. എന്ത് ചെയ്യാൻ? രാജ്യത്തെ നിയമം അങ്ങനെയാണ്. ആ രാജ്യത്തിന്റെ നിയമത്തിന്റെ പടി ഉപയോഗിച്ചുകൊണ്ട് അവന്റെ കൂടെ പോകുമ്പോ ആ കൂടെ പോകുന്ന ആ സമയത്ത് അപ്പോൾ നിലവിളിക്കുന്ന പിതാവിന്റെ ആ അട്ടഹാസങ്ങൾ വീഡിയോ ക്യാമറയിൽ പകർത്തിയിട്ട് ആ വീഡിയോ ക്യാമറയിൽ പകർത്തിയ ആ ദൃശ്യങ്ങളെ ഇവിടുത്തെ സോഷ്യൽ മീഡിയകളിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് RSSകാരൻ മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിൽ നിരാശ പടർത്താനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ രക്ഷപ്പെടുത്താനും അവരെ കൂച്ചുവിലങ്ങളാനും ഇനി ഞങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പറയുമ്പോഴാണ് തിരിച്ചു പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിന് വ്യത്യസ്തമല്ലേ ഡോക്ടർ ഹദിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കേസ്? ഹദിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കേസ് തിരിച്ചല്ലേ? നിങ്ങൾ ഈ പറയുന്ന പോലെ അല്ലല്ലോ സംഭവിച്ചത്. എന്താ ഹദിയയ്ക്ക് ഒരു ഭരണഘടനയാണോ, മറ്റുള്ളവർക്ക് വേറെ ഭരണഘടനയാണോ, മറ്റുള്ളവർക്ക് വേറെ നീതിയാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഹദിയ കേസിന്റെ 100 ചില്ലാനം വരുന്ന ഹൈക്കോടതിയുടെ വിധി ഒരു വക്കീലിനെ വെച്ചുകൊണ്ട് അർത്ഥം വെച്ച് പഠിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഹദിയ കേസ് 2016 ജനുവരി മാസത്തിലാണ് ആരംഭിച്ചത്. 2016 ജനുവരി മാസത്തിൽ ആരംഭിച്ച് ഹദിയ കേസ് 2 തവണ ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്ത് അശോകൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ പിതാവ് എന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. 2 തവണ ഹർജി കൊടുത്തു. 2 തവണയും ഈ ഹദിയ എന്ന് പറയുന്ന പെൺകുട്ടി ഹൈക്കോടതിയിൽ ഹാജരായിട്ട് പറഞ്ഞു, എന്നെ ആരും പൊക്കിക്കൊണ്ടുപോയിട്ടില്ല, എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല, ഞാൻ ഇന്നാലിന്റെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ കോഴ്സ് പൂർത്തിയാക്കി, ഞാൻ ഹൗസ് സർജൻസി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ എന്റെ പഠന കാലയളവിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും അന്വേഷിക്കാനും അവസരം കിട്ടി. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചപ്പോ ഞാൻ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. ഞാൻ ഇന്നൊരു മുസ്ലിമാണ്. ഹൈക്കോടതിയുടെ മുമ്പാകെ പറഞ്ഞു. അതുകൊണ്ട് എന്റെ പിതാവിന്റെ പിന്നിൽ ഏതോ ബാഹ്യശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ബാഹ്യശക്തികളുടെ പ്രേരണ കൊണ്ടാണ് എന്റെ പിതാവ് പലതവണ ഇങ്ങനെ ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തുകൊണ്ട് എന്നെ കാണാനില്ല, എന്നെ തട്ടിക്കൊണ്ടുപോയി, ഞാനിവിടെ ആരൊക്കെ എന്നെ IS ചേർക്കാൻ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ഇന്ന ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്ന കൂട്ടുകാരികളോടൊപ്പം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്റെ മാതാപിതാക്കളുടെ കൂടെ പോകാൻ ഇപ്പോൾ ഞാൻ തയ്യാറല്ല. കാരണം ആ മാതാപിതാക്കളുടെ കൂടെ പോയാൽ എന്റെ ജീവൻ അപായപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് എന്റെ മാതാപിതാക്കളുടെ കൂടെ ബഹുമാനപ്പെട്ട കോടതി വിടരുത്. എനിക്ക് സുരക്ഷിതമായി താമസിക്കാൻ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞു, സുബൈദ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വീട്ടിൽ ഞാൻ താമസിച്ചു കൊള്ളാമെന്ന് ഹൈക്കോടതിയുടെ മുമ്പാകെ ഡോക്ടർ ഹദിയ പറഞ്ഞു.
ഹൈക്കോടതി സുബൈദയുടെ കൂടെ പോകാൻ അനുവദിച്ചു. സുബൈദയുടെ കൂടെ പോകാൻ അനുവദിച്ചു. മാതാപിതാക്കളുടെ കൂടെ പോകാൻ അനുവദിച്ചത് സുബൈദയുടെ കൂടെ പോകാൻ അനുവദിച്ചു. രണ്ടാമത് ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മെനഞ്ഞു. ഈ പെൺകുട്ടിയുടെ മാതാവ് ഒരു ദിവസം തന്റെ മകൾക്ക് ഫോൺ ചെയ്തു. അച്ഛൻ ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്, എത്രയും വേഗം വരണം എന്ന് പറഞ്ഞു. ഒരു ഡോക്ടറാകുമ്പോ അത്യാവശ്യം ബുദ്ധിയുള്ള കുട്ടിയായിരിക്കുമല്ലോ. അമ്മയുടെ ഈ ഫോൺ കോൾ എന്നെ കുരുക്കിലാക്കാനാണെന്ന് തിരിച്ചറിഞ്ഞ ഡോക്ടർ ഹദിയ അച്ഛനെ കാണാൻ പോയില്ല. കാരണം എന്താണ്? അച്ഛൻ അങ്ങനെ ആക്സിഡന്റ് ഒന്നും പറ്റിയിട്ടില്ല എന്ന് ഹദിയക്ക് അറിയാം. അവിടെ ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോ അച്ഛൻ ആക്സിഡന്റ് ഒന്നും പറ്റിയിട്ടില്ല. അത് ഈ ഹദിയ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അമ്മ മെനഞ്ഞൊരു തന്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ അവിടെ പോകാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ വന്നിട്ടും തയ്യാറാകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് രണ്ടാമത് ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തു ഹൈക്കോടതിയിൽ. മകളെ കാണാനില്ല, ആരോ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടാമതും ഹർജി കൊടുത്തപ്പോ സ്വാഭാവികമായും ഇവൾ വീണ്ടും ഹൈക്കോടതിയിൽ ഹാജരാവേണ്ടി വന്നു. ഹദിയ വീണ്ടും ഹൈക്കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. ഹാജരായപ്പോൾ പറഞ്ഞു, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ ഇസ്ലാമിക് വിശ്വാസം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്റെ പഠന മേഖലയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മാതാപിതാക്കളുടെ കൂടെ തൽക്കാലം പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നേരത്തെ താമസിച്ച ആ സുബൈദ എന്ന് പറയുന്ന സ്ത്രീയുടെ കൂടെ തന്നെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ട് പോകാൻ കോടതി അനുവദിക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ തവണയും ഹദിയെ സുബൈദയുടെ കൂടെ കോടതി അനുവദിച്ചു. മുസ്ലിം ആയതിനു ശേഷമാണ് 2 തവണ അനുവദിക്കുന്നത്. നിങ്ങൾ ആലോചിക്കും, ഞാൻ ഹൈക്കോടതിയെ ന്യായീകരിക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒരു ഭാഗം ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് എന്താ ഹദിയക്കൊരു ഇരട്ട നീതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. രണ്ടാമത്തെ തവണയും ഈ സുബൈദ എന്ന് പറയുന്ന സ്ത്രീയുടെ കൂടെ പറഞ്ഞയച്ചു. രണ്ടാമത്തെ തവണ പറഞ്ഞയച്ചതിന്റെ 3-ാമത്തെ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹദിയക്ക് ഹൈക്കോടതിയിൽ ഹാജരാവേണ്ടി വന്നു. 3-ാമത്തെ ദിവസം ഈ കോടതിയിൽ ഹാജരാവേണ്ടി വന്നപ്പോ സ്വാഭാവികമായും കോടതി ഒരാളുടെ കൂടെ ഏൽപ്പിച്ചു കൊടുക്കുക, നീ ഇന്ന ആളുടെ കൂടെ പോയി താമസിച്ചു എന്ന് പറയുമ്പോ എവിടുന്നോ വഴിയിൽ നിന്ന് കണ്ട ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഞാൻ മൂപ്പര കൂടെ പോയിക്കോളാം എന്ന് പറയുമ്പോ അങ്ങനെ കോടതി പറഞ്ഞേക്കലല്ല. ആരാണ് ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നത്? ആ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നവരുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ കോടതിയിൽ രേഖപ്പെടുത്തി ആ കോടതി മുഖേനയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. സുരക്ഷിതമായി താമസിക്കാൻ സ്വയം തെരഞ്ഞെടുത്തൊരു വഴി എന്ന നിലയിൽ ഈ സുബൈദയുടെ കൂടെ കോടതി പറഞ്ഞേക്കുമ്പോ രണ്ടാമത് കോടതിയിൽ ഈ സുബൈദയെ ഹാജരാക്കേണ്ടി വരുമ്പോ ഈ ഹദിയെ ഹാജരാക്കേണ്ടി വരുമ്പോ ഹാജരാക്കേണ്ടത് ആരാണ്? ഈ സുബൈദ തന്നെ കൊണ്ടുവന്ന് ഹാജരാക്കണം. കാരണം കോടതി സുബൈദയുടെ കൂടെയാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. തിരിച്ചു കൊണ്ടുവരേണ്ടത് ഇതേ സുബൈദ തന്നെയാണ്. പക്ഷേ 2-ാം തവണ സുബൈദയുടെ കൂടെ പറഞ്ഞയച്ചതിന് ശേഷം 3-ാമത്തെ ദിവസം 3-ാം തവണ ഈ ഹദിയെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി വന്നത് ഈ പറയപ്പെട്ട സുബൈദയല്ല, മറ്റൊരു പുരുഷൻ കൂടെയുണ്ട്. കോടതി ചോദിച്ചു, നിങ്ങൾ ആരുടെ കൂടെയാണ് വന്നത്? ഞാൻ ഇയാളുടെ കൂടെ വന്നത്. അദ്ദേഹം ആരാണ്? എന്റെ ഭർത്താവാണ്. അപ്പൊ എന്നാ കല്യാണം കഴിഞ്ഞത്? മിനിഞ്ഞാന്ന്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമാണ്. അങ്ങനെ പോയ കല്യാണം കഴിക്കാൻ പറ്റുമോ? ശരീഅത്ത് നിയമപ്രകാരം നിക്കാഹ് സഹിയാവൂലേ? അതൊന്നും ഇവിടെ ചോദ്യമല്ല. അതൊക്കെ ശരിയായിരിക്കാം, അതൊക്കെ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷെ കോടതി ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വത്തിൽ കോടതിയുടെ പ്രൊസീഡിംഗ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിയമപരമായി നടക്കേണ്ട സർക്കാർ രേഖകളിൽ പോലും കാണിക്കപ്പെടേണ്ട ആ അർത്ഥത്തിലുള്ള ഒരു വിവാഹം പോലും നടക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്രമമാകുമ്പോ ആ കോടതി അറിയാതെ ഈ സുബൈദ ഏൽപ്പിക്കപ്പെട്ട സ്ത്രീയെ ഇങ്ങനെ വിവാഹിതരാക്കുകയും ആ സുബൈദ എന്ന് പറയുന്ന ഏൽപ്പിക്കപ്പെട്ട സ്ത്രീ ഒരിക്കലും കോടതിയിൽ ഹാജരാക്കാതെ കോടതിയെ പോലും കണ്ണുവെട്ടിച്ചുകൊണ്ട് മറ്റൊരു വിവാഹം നടത്തി വിവാഹം ചെയ്ത പുരുഷൻ കോടതിയിലേക്ക് ഈ പെണ്ണിനെ ഹാജരാക്കുമ്പോ കോടതി പിന്നെ തീരുമാനിച്ചു, ഇങ്ങനെ കോടതി പേതാൽ ഒരാളെ ഏൽപ്പിച്ചു, ആ ഏൽപ്പിച്ച ആള് ഈ പെണ്ണിനെ കൊണ്ടു നടക്കുന്നില്ല. കാരണം എന്താണ്? വേറെ ആളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഏൽപ്പിക്കപ്പെട്ട ആൾ കൊണ്ടു നടക്കുന്നില്ല, വേറെ ആളാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാൾ സുരക്ഷിതം മാതാപിതാക്കളെ അടുത്ത് ഏൽപ്പിക്കലാണെന്ന സാമാന്യ ബുദ്ധി. ഇത് നമ്മുടെ മതവിശ്വാസം അനുസരിച്ച് ചേരുമോ? അത് വേറെ ചർച്ച. അല്ല, ഇതൊരു മാന്യമായ ഏർപ്പാടാണോ? അതൊക്കെ വേറെ ചർച്ച. പക്ഷെ കോടതിക്ക് മുമ്പിൽ കോടതിയെ പരിഹസിക്കുന്ന രീതിയിൽ, കോടതിയുടെ മുമ്പിൽ അവിവേകം കാണിക്കുന്ന രീതിയിൽ ഈ കൊണ്ടു നടക്കുന്ന ആളുകൾ കാണിച്ചിട്ടുള്ള അവിവേകം കൊണ്ട് മാത്രമാണ് ഡോക്ടർ ഹദിയ എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ന് ഈ പീഡനങ്ങൾ ഏൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇത് നമ്മൾ തിരിച്ചറിയണം.
ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതേ ഹദി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം തന്നെ 2 തവണ ആ പെൺകുട്ടി ചൂണ്ടിക്കാണിച്ച സ്ത്രീയുടെ കൂടെ 2 തവണ വിട്ട അതേ ഹൈക്കോടതി 3ാമത്തെ തവണ വിടാത്തതിന്റെ പ്രത്യേകമായ കാരണം കോടതിയെ പോലും പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങളും ചില നാടകങ്ങളും ഹൈക്കോടതിയുടെ മുന്നിൽ അരങ്ങേറിയപ്പോഴാണ് കോടതി ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചത്. കോടതി അതിനുവേണ്ടി പറഞ്ഞ ന്യായങ്ങളെ ഞാൻ ന്യായീകരിക്കുന്നില്ല. ഒരുപാട് പച്ചക്കളവുകൾ കോടതി വിധിയിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പച്ചക്കളവുകളെല്ലാം എഴുതി വെക്കാൻ കാരണമാകുന്ന ഒരു പശ്ചാത്തലം ഇക്കൂട്ടരാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവരാണ് ഉണ്ടാക്കി വെച്ചത്. തീവ്രവാദമെന്ന് സംശയിക്കപ്പെടുന്ന കൈവെട്ട് ഉൾപ്പെടെയുള്ള ഒരുപാട് കേസുകളിൽ പ്രതികളായിട്ടുള്ള, ഒരുപാട് കൊലപാതക കേസുകൾ പ്രതികളായിട്ടുള്ള, ഇങ്ങനെ ജിഹാദിന്റെയും മറ്റുമൊക്കെ സൂക്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയുടെ പശ്ചാത്തലമുള്ള സ്ഥാപനത്തിൽ പഠിക്കാനും ആ സംഘടനയുടെ പ്രവർത്തകനായി വരുന്ന ഒരാൾ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് RSS പോലെയുള്ള സംഘപരിവാർ ശക്തികൾ ഉള്ളതുമില്ലാത്തതുമായിട്ട് ഒരുപാട് പ്രചരണം നടത്തിക്കൊണ്ട് കോടതിയെ ആ അർത്ഥത്തിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനൊക്കെ അവസരം ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ള അവിവേകപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ മറുഭാഗത്ത് നടന്നതിന്റെ തിക്തഫലമാണ് ഡോക്ടർ ഹദിയ ഇന്ന് സ്വീകരിക്കേണ്ടി വന്നത്. ഡോക്ടർ ഹദിയ ഇന്ന് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് സ്വന്തം വീട്ടുതടങ്ങളിൽ മാനസിക പിരിമുറുക്കത്തോടുകൂടി കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ 1ാം പ്രതി RSS അല്ല, അതിന്റെ 1ാം പ്രതി സാക്ഷാൽ പോപ്പുലർ ഫണ്ടുകാരാണ്. 2ാം പ്രതിയാണ് RSS എന്ന് പറയാൻ പറ്റും. ഇതെന്തെങ്കിലും സംഘടനാ വിരോധത്തിന്റെ പേരിൽ പറയുന്നതല്ല. ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് പോലും വന്നിട്ടുള്ള വിധിന്യായങ്ങളിൽ ഒരിക്കലും ഹദിയയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഹർജി തള്ളുകയല്ല ചെയ്തത്. സുപ്രീം കോടതി ഉത്തരവാദപ്പെട്ട സർക്കാരിനും ഈ ഹദിയയുടെ പിതാവിനുൾപ്പെടെ നോട്ടീസ് അയച്ചുകൊണ്ട് അതിനെ കേൾക്കാനും വാദം കേൾക്കാനും ആവശ്യമെങ്കിൽ 24 മണിക്കൂറിനകം സുപ്രീം കോടതിയിൽ ഹദിയെ ഹാജരാക്കേണ്ടി വരുമെന്ന് വരെ പറയുന്ന തലത്തിലേക്ക് ഇന്ത്യയുടെ ജുഡീഷ്യറി ഇന്നും നീതിബോധത്തോടുകൂടി ഒരു പരിധിവരെ നിലനിൽക്കുന്നുവെന്ന് ആത്മവിശ്വാസത്തോടുകൂടി കാണേണ്ടതിന് പകരം എല്ലാം നിരാശ മാത്രം പടർത്തിവിട്ടുകൊണ്ട് ഈ സമുദായത്തിന് രക്ഷയില്ല, നമ്മൾ വളരെ അരക്ഷിതബോധത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ അരക്ഷിതബോധമുണ്ടാക്കി അവർക്കിടയിൽ പുതിയ തീവ്രവാദികളെ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഇതിനൊക്കെ പരിഹാരം മതബോധത്തോടുകൂടി ജീവിക്കാനും മതത്തിന്റെ യഥാർത്ഥ ആശയങ്ങളെ പ്രാമാണികമായ വഴികളിലൂടെ സ്വീകരിക്കാനും വിദ്യാഭ്യാസ രംഗത്ത് വളർന്നു വന്നുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കീ പോയിന്റിൽ തന്റെ രാജ്യത്തെ സ്നേഹിക്കുന്ന, തന്റെ സമുദായത്തെ സ്നേഹിക്കുന്ന, തന്റെ നാട്ടിലെ സൗഹൃദാന്തരീക്ഷത്തെ നിലനിൽക്കണമെന്ന് താല്പര്യപ്പെടുന്ന പുത്തൻ തലമുറയെ വളർത്തിയെടുക്കുക എന്ന ഉത്തരവാദിത്വമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. SKSF അത്തരത്തിലുള്ള ചില പ്രചാരണ പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം പദ്ധതികളും പ്രചാരണങ്ങളും ഒക്കെ നടക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ നിർമ്മിക്കപ്പെട്ട സമർക്കന്ത് ഭവന്റെ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് SKSF സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സൽക്രമങ്ങളെല്ലാം ഏറ്റവും നല്ല സുഹൃതമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ വിനീതം ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.